ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. നേന്ത്രപ്പഴവും അവിലും വെച്ചിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ അത് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനാച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കണ്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതാ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത 2 പഴമാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. നല്ല പഴുത്ത പഴം വേണം കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ പഴം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ എത്രയും ചെറുതാക്കി അരിയാൻ നിങ്ങൾക്ക് പറ്റുന്നോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നേന്ത്രപ്പഴം നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അത് നെയ്യൊക്കെ ഒന്ന് പിടിക്കണ വിധത്തിൽ ഒന്ന് ചൂടായി കിട്ടുക വേണ്ട കേട്ടോ. നന്നായി ഉടഞ്ഞു പോവൊന്നും വേണ്ട. നെയ്യ് ഇതിൽ പിടിച്ചിട്ട് പഴം ഒന്ന് വാടി കിട്ടുക വേണ്ട കേട്ടോ. അപ്പോൾ അതായത് നെയ്യിൽ കിടന്ന് പഴം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നല്ല സ്മെല്ലാട്ടോ. പഴവും നെയ്യും തന്നെ വാട്ടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഒരു നല്ലൊരു മണക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതേ നന്നായി വാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഉടയില്ലല്ലോ. ഒരു പീസും കൂടി ആക്കി കഴിഞ്ഞാൽ ഒന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഉടയുണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ പഴം കോരി എടുത്തിട്ടുണ്ട്. ഒരു വാട്ടിലൊക്കെ കഴിഞ്ഞ് പഴം മാറ്റിയിട്ടുണ്ട്. ആ പാനിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് പീനട്ട് ഉണ്ടെങ്കിൽ പീനട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊന്ന് ഇടയ്ക്ക് പലഹാരത്തിൻ്റെ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് ജസ്റ്റ് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഴം മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ശേഷം ആ പാനിൽ തന്നെ നമ്മൾ നെയ്യയിൽ ബാക്കിയുണ്ടല്ലോ അതിലേക്ക് കുറച്ച് അവിൽ, 1 കപ്പ് അവിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മട്ട അവിലാണ് ഇട്ടെടുത്ത് കൊടുത്തിട്ടുള്ളത്. മട്ട അവിലാണ് കേട്ടോ ടേസ്റ്റ്. അവിലായാലും കുഴപ്പമില്ല. ഇവിടെ മട്ട അവില ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു കുറച്ച് ഒരു ജസ്റ്റ് ഈ നെയ്യിലൊന്ന് ജസ്റ്റ് വാട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ നല്ല മുരുന്നനായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ചു. എന്നിട്ട് ആ പാനിൽ ഞാനൊരു 1.5 അച്ച് ശർക്കര ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ അതൊന്ന് ജസ്റ്റ് ശർക്കര പാനിയാക്കി എടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഈ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ശർക്കര പാനിയാക്കാൻ 1/4 ഗ്ലാസ് വെള്ളം 1.5 അച്ചിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ശർക്കരയൊക്കെ നന്നായി ഉരുകി വരട്ടെ. അപ്പോൾ അത് ശർക്കര പെട്ടെന്ന് തന്നെ ഉരുകി, ഇങ്ങനെ പൊടിച്ചിട്ട കാരണം തന്നെ പെട്ടെന്ന് ഉരുകി വന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏലക്കായ വേണമെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടില്ല, ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ ഉരുകിയതിന് ശേഷം നമ്മുടെ പഴം വാട്ടി വെച്ചത് നമ്മൾ അതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ശർക്കരയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കണ വരെ നമുക്ക് പഴം ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ പഴം ശർക്കര പാനിയിലേക്ക് ഇടുമ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന പാകത്തിലാവണം കേട്ടോ. അത് വെച്ചിട്ട് പഴം മുടഞ്ഞു പോകണ്ട, കുറച്ചൊന്ന് വറ്റിക്കുക വേണ്ട കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴം മുടഞ്ഞിട്ടൊന്നുമില്ല, നല്ലോണം കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടിയും അതിൻ്റെ കൂടെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. തേങ്ങയിലത്തെ ഒരു തേങ്ങാപ്പാലിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ, വെള്ളത്തിൻ്റെ അംശം തേങ്ങയിൽ ഉണ്ടാവുമ്പോൾ എടുക്കുക വേണ്ട കേട്ടോ. അതൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവിൽ, റൈസൻസ്, അണ്ടിപ്പരിപ്പ് എല്ലാം തന്നെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ലോണം മൊരിഞ്ഞ പോലെ ആവണം. എന്നാൽ ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ലൊരു എന്താ പറയുക, ക്രിസ്പിനെസ് എന്ന് പറയില്ല, അതേപോലെ അങ്ങനെ ഉണ്ടാവുള്ളൂ. നല്ല രസത്തിൽ കടിക്കാൻ പറ്റൂട്ടോ നമുക്ക്. അപ്പോൾ നന്നായി തന്നെ നമ്മൾ നെയ്യിൽ വാട്ടുമ്പോൾ അവിൽ നന്നായി വാടി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അത് ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും അവിലും എല്ലാ ഭാഗത്തേക്കും ഈ പഴവും നമ്മുടെ ശർക്കരയുടെ ഇതൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ എല്ലാം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂളിലോട്ട് വരുന്ന നേരത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഹെൽത്തിയുമാണ്. അവരെന്തായാലും കഴിച്ചോളും. ചെറിയ ശർക്കരയുടെ മധുരമുള്ള കാരണം അവർ കഴിച്ചോളും.
പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര കാരമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടിയും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.